ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പല ചെടികളും വളർത്തുന്നുണ്ട്. ഇലച്ചെടികൾ, അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുപോലെ വാട്ടർ പ്ലാന്റ്സ്, അതായത് വെള്ളത്തിൽ വളർത്തുന്ന ചെടികളൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. ചില ചെടികൾ നമുക്കറിയാം കട്ടിങ്സിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ചില ചെടികളൊക്കെ നമുക്ക് വിത്ത് പാകിയിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില ചെടികൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ നല്ല രീതിയിലുണ്ടാവും. അങ്ങനെ 3 രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വേരെടുപ്പിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചെടികൾക്കൊക്കെ വേരെടുപ്പിച്ച് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വേരെടുപ്പിക്കുന്ന 2 മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ഇങ്ങനെ പറയുക ചെയ്യുന്നത്, മറ്റേത് കാണിക്കുക ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു എവിടെയെങ്കിലും ഫ്രണ്ട്സിലെ വീട്ടിൽ പോയാൽ, അല്ലെങ്കിൽ നഴ്സറിയിലോ എവിടെയെങ്കിലും കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഇല്ലാത്ത ചെടികളൊക്കെ നമ്മൾ അവിടെ നിന്ന് കട്ടിങ്സ് കൊണ്ടുവരും. അപ്പോൾ കട്ടിങ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ നട്ടുകൊടുക്കുമ്പോൾ ചിലർക്കത് സക്സസ് ആവും, ചിലർക്കത് എന്താ പറയുക ഉണങ്ങിപ്പോകും. ആ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ നട്ടു നോക്കി നിങ്ങൾക്ക് എന്തായാലും എല്ലാ ചെടിയിലും നമ്മൾ നട്ടു കൊടുക്കുന്ന ചെടികളിലൊക്കെ വേരെടുപ്പിച്ച് കിട്ടും കേട്ടോ. അതായത് ബൊഗൈൻവില്ല പ്ലാന്റ്സ്, തെച്ചി, മെലസ്റ്റോമ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വിങ്ക റോസ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കട്ടിങ്സിലൂടെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലേ. അരേലിയ പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്ന കട്ടിങ്സ്. അപ്പോൾ ഞാനിപ്പോൾ ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ആണെങ്കിൽ നല്ല പച്ചപ്പോട് കൂടിയുള്ള കട്ടിങ്സ് എടുക്കണം കേട്ടോ. അപ്പോൾ കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ ആളൊക്കെ തന്നെ നല്ല പച്ചപ്പോടുള്ള ഉണങ്ങിയ കമ്പ് എടുക്കരുത്. നല്ല പച്ചപ്പോടുള്ള കമ്പ് എടുക്കുമ്പോൾ നന്നായിട്ട് ചെരിച്ച് വെട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് ചെരിച്ചിട്ട് നമ്മൾ കത്രിക കൊണ്ട് വെട്ടിയെടുക്കുക. അതിന് ശേഷം നമുക്കിപ്പോൾ അരേലിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 4 5 ഒക്കെ ഒരുമിച്ച് നട്ടു കൊടുക്കുക. എല്ലാത്തും നമുക്ക് ഒരു കമ്പ് മതി കേട്ടോ. ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു കമ്പ് മതി. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ ചെരിച്ചെടുത്ത കമ്പ് നമ്മൾ എന്ത് ചെയ്യണോ, അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് വെറും മണലാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു വളവും ചേർത്തിട്ടുള്ള വളങ്ങളൊന്നും ചേർത്തിട്ടുള്ള, അതായത് ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, പിന്നെ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള വളങ്ങളൊന്നും ചേർക്കാത്ത വെറും മണൽ മാത്രം. അതിൽ കുറച്ച് കൊക്കോപ്പിറ്റ് ഇട്ടാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ വെറും മണൽ മാത്രം എടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ചെടി നട്ടു കൊടുക്കുമ്പോൾ വേരെടുപ്പിക്കുന്ന സമയത്ത് ഒരുപാട് വലിയ പോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, നട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ചെറിയ പിന്നെ എന്താ പറയുക ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടിലോ നമുക്ക് വേരെടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് മറ്റേതിലേക്ക് നമുക്ക് വലിയ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ അടുത്ത് ഞാൻ നട്ടു കൊടുത്ത മുസാണ്ടൻ്റെ ചെറിയൊരു കമ്പായിരുന്നു, അതിൽ വേര് വന്നിട്ടുണ്ട്. ഈ കാരിക്കേച്ചർ പ്ലാന്റിലൊക്കെ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. കോട്ടൺ പ്ലാന്റൊക്കെ ഞാൻ ചെറിയ കട്ടിങ്സ് എടുത്ത് വെച്ചതാണ്. അതിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, ചിലത് ഞാൻ വേര് വന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അപ്പോൾ മണലെടുക്കുക. അതിൽ ചെറുതായിട്ട് കൊക്കപ്പിറ്റ ചേർത്ത സാരമില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതൊരു പോട്ടിൽ നിറച്ചതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നിറച്ചതിന് ശേഷം നമ്മൾ ഇതിനെ കുത്തി അമർത്തിയിട്ട് ഒരിക്കലും നട്ടു കൊടുക്കാൻ പാടില്ല. കുത്തി അമർത്താതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിരൽ കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കുക. പിന്നെ ചെടി നടുന്ന പോട്ട് ഞാൻ ചെറിയ പോട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നല്ല ഡ്രെയിനേജ് ഓൾസുള്ള പോട്ടാണ് നമ്മൾ ഈ കമ്പ് നട്ടു കൊടുക്കുമ്പോൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ കമ്പിന് ഒരിക്കലും വേര് വരില്ല. അപ്പോൾ നല്ല ഡ്രെയിനേജുള്ള പോൾസ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ചെരിച്ചിട്ട് നമ്മൾ നല്ല പച്ചപ്പോടുള്ള കമ്പെടുക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെരിച്ച് വെട്ടിക്കൊടുക്കുക. മൂന്നാമത്തെ നമ്മൾ മണലാണ് ഉപയോഗിക്കുന്നത്. നാലാമത്തെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഡ്രെയിനേജ് ഓൾസുള്ള പോട്ട് നമ്മൾ തിരഞ്ഞെടുക്കട്ടോ. അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് ഈ നമ്മൾ വിരലുകൊണ്ട് ഓൾസ് ഉണ്ടാക്കി ചെടി അതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അമർത്താതെ ഏകദേശം രീതിയിലുള്ള ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഫസ്റ്റ് എൻഡിൽ വേര് പുറത്തേക്ക് വന്നിട്ടില്ലേ, നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നല്ലൊരു തണലത്ത് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾ നല്ല തണലത്ത് വെച്ച് കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് നല്ല തണലത്ത് വെക്കട്ടോ. ഇപ്പോൾ വേരൊക്കെ വന്ന് ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫുൾ സൺലൈറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഇതുപോലെ ഞാനൊരു ചെറിയൊരു ഗ്ലാസ്സിൽ നട്ടിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വലിയ ചട്ടിയിലേക്ക് ഞാൻ ഇതല്ല കേട്ടോ, ഇവിടെ നിന്നുള്ളത് ബൊഗൈൻവില്ല പ്ലാന്റ്സ് മാറ്റി കൊടുത്തതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മുടെ എന്താ ഇപ്പോൾ പെഡിലാന്തസ് പ്ലാന്റിൻ്റെ ഒരു കമ്പ് നട്ടു കൊടുത്തതാണ്. അപ്പോൾ അതിൽ കണ്ടില്ലേ വേര് വന്നത്. നമ്മൾ ചെറിയ കമ്പ് എങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൂഴി മണ്ണിൽ വേറെ ഒന്നും കൂട്ടാതെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ
പിടിപ്പിക്കുന്ന ഒരു നല്ല മെത്തേഡാണ് കേട്ടോ. ഇനി അതുകൂടാതെ നമ്മൾ വേറെ രീതിയിൽ വേരെടുപ്പിക്കുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് ചില ചെടികൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ച് കിട്ടില്ല. അതായത് ഉച്ചീനിയ പ്ലാന്റ്സ്, അതുപോലെ തന്നെ മെലസ്റ്റോമ പ്ലാന്റ് ഒന്നും നമുക്ക് നമ്മളൊരു 10 കമ്പോ 20 കമ്പോ നട്ടാൽ നമുക്ക് ഒരു കമ്പ് പിടിക്കുകയുള്ളൂ. അതിന് ചെറിയൊരു പ്രയാസമുള്ള ചില ചെടികൾ ഉണ്ടാവും കേട്ടോ. ചില ചെടികൾ നമുക്ക് വേഗത്തിൽ വേരെടുപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെ നമ്മൾ ചെയ്യേണ്ടത് അവർക്കൊരു ഈർപ്പം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അവർക്ക് നട്ടു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ തന്നെ നല്ല രീതിയിലെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിന്നെ സഫ്ലോറ പ്ലാന്റ്സ്, ഈ ഒരു എന്താ പറയുക അരേലിയ, കാരിക്കച്ചർ പ്ലാന്റ് എല്ലാം ഞാനിങ്ങനെ നട്ടു കൊടുത്തതിനൊക്കെ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മെത്തേഡിൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേര് വരും. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യണോ, ഇപ്പോൾ മെലസ്റ്റോമ പ്ലാന്റ് ആണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ ഒരു കട്ടിങ്സ് അല്ല കേട്ടോ എടുക്കേണ്ടത്. എപ്പോഴും ഒരു കട്ടിങ്സ് എടുക്കാതെ നമ്മൾ അതിൻ്റെ ഒരു 2 3 4 കട്ടിങ്സ് എടുക്കണം. കാരണം ഇതിലേതെങ്കിലും ഒരു കട്ടിങ്സ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 3 4 കട്ടിങ്സ് എടുക്കാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ നമ്മൾ ജ്യൂസൊക്കെ കഴിക്കുന്ന കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുമല്ലോ പാർസലായിട്ട്, അതിൻ്റെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മെലസ്റ്റോമ പ്ലാന്റിൻ്റെ ഒരു 4 3 കട്ടിങ്സ് ചെരിച്ച് വെട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഇലകൾ വേണ്ട. ഇലകൾ കുറച്ച് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഇലകൾ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഞാൻ കുറേ ഇലകളൊക്കെ ഒഴിവാക്കിയത് ബാക്കി ഇലകൾ അവിടെ വെച്ചിട്ട് നമ്മൾ വെറും പൂഴ്മണ്ണ് നിറച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ നട്ട് കൊടുക്കാം കേട്ടോ. അതിൽ ചെറുതായിട്ടൊന്ന് സാഫ് ഇട്ട് കൊടുന്ന് ഈ ഒരു ചെടി ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ചെടികൾക്കൊന്നും നമുക്ക് സാഫൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ട് പിടിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് സാഫ് ഇട്ടതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കമ്പ് ആ 2 3 എത്ര കമ്പുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അത് വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാക്കണം കേട്ടോ. ഡ്രെയിനേജ് ഞാൻ കത്രിക കൊണ്ട് നന്നായിട്ട് ഹോൾസ് ഉണ്ടാക്കിയ കേട്ടോ. അടിവശത്ത് ഞാൻ കുത്തി കൊടുത്തിട്ട് ഹോൾസ് ഉണ്ടാക്കിയതാണ്. സാധാരണ ഞാൻ ചെയ്യൽ എന്തെങ്കിലും കമ്പിയൊക്കെ ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കാറ് പതിവ്. ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ആ കത്രിക കൊണ്ട് തന്നെ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ചെറുതാക്കി തന്നെ അടുത്തേക്കല്ലാണ്ട് മണ്ണ് ഒന്ന് അമർത്തി കൊടുക്കട്ടോ. ചെടീൻ്റെ അടുത്തേക്ക് പോവാണ്ട് കുറച്ച് നമ്മൾ മണ്ണൊക്കെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം അടിവശത്തേക്ക് നമ്മുടെ വെള്ളം എത്തുന്ന രീതിയിൽ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് ഇത്രയും കൂടി ഞാൻ സാഫ് ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഉജീനിയ പ്ലാന്റ്സിൻ്റെ വേരെടുപ്പിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവർ എന്തായാലും കാണാം. അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം താഴോട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച പാടായിട്ട് അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരുന്ന ഒരു കവർ എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതെന്തിനാണെന്നോ നമുക്കൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം താഴോട്ട് വരുന്നുണ്ട്, ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പിടിക്കാത്ത കമ്പും പിടിക്കും. അതായത് ജീനിയ പ്ലാന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിതാ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പൈപ്പിൻ്റെ ചോട്ട് പോയിട്ട് കുറച്ച് അതിൻ്റെ ഉള്ളിൽ വെള്ളം ആക്കണം കേട്ടോ. വെള്ളം ആക്കിയതിൻ്റെ ശേഷമാണ് ആ ഗ്ലാസിൻ്റെ മുകളിൽ കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളത് മൂടി കൊടുത്തിട്ട് അടിവശത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് നല്ല തണലുള്ള ഏരിയയിലേക്ക് അത് മാറ്റി കൊടുക്കട്ടോ. നല്ല തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് കവറ് പൊന്തിച്ചിട്ട് എടുത്തിട്ട് നമ്മളതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാതിരിക്കരുത്, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതാ നമ്മുടെ വൈറ്റ് അരിയലിൻ്റെ അത് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേര് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വൈറ്റ് അരിയൽ എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. 1 മാസം 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാകും ഞാൻ നട്ട് കൊടുത്തിട്ട്. ഇതിൽ കുറച്ച് കൊക്കപ്പറ്റും കുറച്ച് മണലും ഇട്ടിട്ടാണ് ഞാൻ വെച്ചത്. നല്ല മണ്ണിങ്ങനെ നല്ലതായിട്ട് പൊടിഞ്ഞ് വരണം, കട്ട പിടിക്കാണ്ട് പൊടിഞ്ഞ് വരണം. നല്ല രീതിയിൽ നമുക്ക് വേരുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് എല്ലാ ചെടിയിലും ഞാനിപ്പോൾ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല, എടുത്ത് കാണിച്ചാൽ എനിക്ക് തന്നെ പ്രയാസം, വീണ്ടും അത് നന്നായിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാ ചെടിയിലും നമുക്ക് ഈസി ആയിട്ട് നട്ട് കൊടുക്കാൻ 2 മെത്തേഡാണ്. ഞാൻ അധികം ചെയ്ത മെത്തേഡ് ഈ ആദ്യം പറഞ്ഞ മെത്തേഡാണ്. കാരണം നമ്മൾ മണ്ണിൽ വെറും മണ്ണിൽ നമ്മൾ നട്ട് കൊടുക്കുക, അതിനുശേഷം നമ്മൾ തണലത്ത് വെക്കുക. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യൽ. മറ്റേത് എനിക്ക് തീരെ പിടിക്കാത്ത പ്ലാന്റ്സിന് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ
നമുക്ക് ഒരു ചെടിയിൽ നിന്ന് നമുക്കൊരു 10-20 ചെടികളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനതാ പിടിലാന്തസ് അവിടെ കാണുന്ന അതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തിട്ടാണ് മറ്റേതിൽ നട്ട് കൊടുത്തിട്ട് വേര് വന്നത് നിങ്ങൾ കണ്ടില്ലേ, മറ്റേ ചട്ടിയിൽ നട്ട് കൊടുത്തിട്ട് വേര് വന്നത്. അതിനായിട്ട് എൻ്റെ അടുത്ത് പഴയ ചട്ടികളോ അല്ലെങ്കിൽ ചെറിയ ചട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിലൊക്കെയാണ് ഞാൻ വേരെടുപ്പിക്കാറ്. നമുക്ക് വേരെടുപ്പിക്കാൻ നല്ല മൊഞ്ചുള്ള ചട്ടികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ വളമൊന്നും ചേർക്കാതെ നമ്മൾ വേര് പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ചെടി എടുത്തിട്ട് നമുക്ക് വലിയ പോട്ടിലേക്ക് എല്ലാ പോട്ടി മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചെടി നല്ല ഗ്രോത്ത് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല രീതിയിൽ ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി നടുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ വേരൊക്കെ വന്നതിന് ശേഷം ഞാൻ വലിയ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മേലിട്ട് കൊടുത്താണ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നട്ടുകൊണ്ട് അടുത്ത പ്രാവശ്യത്തെ സീസണിൽ നമുക്കതിൽ പൂക്കളുണ്ടാവും കേട്ടോ. നമ്മളെ ബോഗൺവില്ല പ്ലാന്റ്സിൽ നമ്മൾ ഇന്ന് നട്ടു കൊടുത്താൽ അടുത്ത മാസം ഒന്നും പൂക്കൾ ഉണ്ടാകാത്തൊരു പ്ലാന്റാണ് ഇത് ബോഗൺവില്ല പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വർഷം ഞാനൊരു പൂക്കൾ ഉണ്ടായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് വേര് വരും. ഒരു റൂട്ടിങ് ഹോർമോണും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, നല്ല മണ്ണാണ്. പൂയ്മണ്ണ് കുറവാണെങ്കിൽ കുറച്ച് അംസാനം കൂട്ടിയാലും പ്രശ്നമില്ല. നമുക്ക് ആ രീതിയിൽ നട്ടുകൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കമൻസൊക്കെ എനിക്ക് വരാറുണ്ട്, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കൊരു വലിയൊരു എന്താ പറയുക മുതൽക്കൂട്ടാണ്. അപ്പോൾ ഇനിയും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെടിയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേര് വന്നതൊക്കെ ഇപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലൊക്കെ മൊത്തം നമുക്ക് വലിയ പോട്ടൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വലിയ പോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. ചെടിയൊന്ന് കുറച്ച് സൈസ് ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ചെടി നല്ല വലിപ്പം വെക്കും കേട്ടോ. ആ പോട്ട് ഫുള്ളാവും. ഇത് നിങ്ങൾക്കറിയാം 2-3 ഇല ഉള്ളത്. ഇപ്പോൾ ഇത്രത്തോളം ഇല എൻ്റെ വാക്സി വിഗോണിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ കട്ടിങ്സ് മതി കേട്ടോ, നമുക്ക് വേഗത്തിൽ പിടിച്ച് കിട്ടും. കണ്ടില്ലേ, ഏതൊരു കമ്പ് നട്ട് കൊടുത്തിട്ട് അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ZZ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ കാണിച്ചവർക്കറിയാം. അതിൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ, നിഷ എന്ന് പറഞ്ഞ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ അവൾക്ക് 2 ദിവസം മുന്നേ കൊടുത്തിട്ടോ.